വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ സ്റ്റഡിയിലൂടെ മോർണിംഗിലും ഈവനിങ്ങിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സോ ഈ സാറ്റർഡേ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇന്നൊരു കീ സ്പോൺസർ ഉണ്ട്. അദ്ദേഹം മുൻപിലേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ലോകമെമ്പാടുമുള്ള പല ചാനലിലൂടെ പല പ്ലാറ്റ്ഫോംസിലൂടെ നമുക്കിത് എത്തിക്കാൻ പറ്റുന്നത്. സോ താങ്ക് യു സ്പോൺസർ. ഇന്ന് എറണാകുളത്ത് നിന്നുള്ളൊരു സിസ്റ്ററാണ്. താങ്ക് യു സോ മച്ച് സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ സ്ഥാപിക്കപ്പെടട്ടെ. കർത്താവെ, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികളെ അങ്ങ് സ്ഥാപിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ മക്കളുടെ ലൈഫിൽ കർത്താവ് വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ആരോഗ്യവും അപ്പോൾ തന്നെ ഭർത്താവിന് ദീർഘായുസ്സും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു ഫേവർ ആ ഹെൽത്തിൻ്റെ മേഖലയിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരിക്കൽ കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. താങ്ക് യു സ്പോൺസർ. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ഒരു പങ്കാളിയായി തീരാൻ സാധിക്കും. നമുക്ക് നാളെ നമ്മുടെ ക്രിസ്മസ് സർവീസ് നടക്കുകയാണ്. വി ആർ സോ എക്സൈറ്റഡ്. അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. പാസ്റ്റർ വലിയൊരു സ്പെഷ്യൽ മെസ്സേജ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന റെവലേഷൻ ബൈബിൾ സ്റ്റഡി സീരീസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ചെയ്ത ടെസ്റ്റ് മണീസ് എല്ലാം ഒത്തിരി പേർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ആൻഡ് വി ആർ സോ ഹാപ്പി. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ December 31 നമ്മുടെ ന്യൂ ഇയർ ബ്ലെസ്സിങ് കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. രാത്രി 7 മണി മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് 1 AM വരെയാണ് നമ്മുടെ സർവീസ് ഉള്ളത്. ഇറ്റ്സ് ഗോയിൻ ബി അമേസിങ്. ഗസ്റ്റ് സ്പീക്കേഴ്സ്, ഗസ്റ്റ് വർഷിപ്പ് ലീഡേഴ്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, ഓൾറെഡി നിങ്ങൾക്കറിയാം, സ്ക്രീനിൽ കാണാൻ സാധിക്കും. എല്ലാവർക്കും കടന്നു വരാം. രജിസ്ട്രേഷൻ സൗജന്യമാണ്. നിങ്ങൾ കടന്നു വരിക. പേരുകൾ നിങ്ങളുടെ ലീഡേഴ്സിന്, നിങ്ങൾ ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ വരിക, പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവരിക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. Welcome back. This can be your story. ഇത് നിങ്ങളുടെ കഥയാകാം. ഇന്ന് ഈ സീരീസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. കഴിഞ്ഞ പല ആഴ്ചകൾ യോസഫിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി നമ്മുടെ ലൈഫിനെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വിചിന്തനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. 17-ാമത്തെ വയസ്സിൽ 12 മക്കളിൽ ഒരുവനായി 11-ാമത്തവനായി ജനിച്ച യോസഫ് എല്ലാവരിലും വ്യത്യസ്തനായിരുന്നു. ജ്യേഷ്ഠ സഹോദരങ്ങൾ പാപം ചെയ്തപ്പോൾ താൻ ചെയ്തില്ല. പാപ വഴികളിൽ താൻ ജീവിച്ചില്ല. അപ്പൻ്റെ പ്രിയപുത്രനായി താൻ മാറി. ബിലവഡ് സൺ ആയി താൻ മാറി. എന്നാൽ ജ്യേഷ്ഠന്മാർ ചെയ്യുന്ന മഹാദുഷ്ടപ്രവൃത്തികൾ അപ്പനോട് ചെന്ന് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായ ദേഷ്യമായി. അപ്പൻ തനിക്ക് നല്ല ഒരു വർണ്ണശബളമായ മൾട്ടി കളേർഡ് ഗാർമെൻ്റ് തയ്പ്പിച്ചു കൊടുത്തു. അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ താൻ 2 സ്വപ്നങ്ങൾ കാണുന്നു. വയലിൽ കറ്റകൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കറ്റ ഉയർന്നു നിൽക്കുന്നു, മറ്റുള്ളത് നമസ്കരിക്കുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ കൂടുതൽ ദേഷ്യമായി. സ്വപ്നക്കാരൻ എന്നവനെ ഒരു നിക് നെയിം വിളിക്കാൻ തുടങ്ങി. അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അവനെ കൊല്ലാൻ. അങ്ങനെയാണ് ഒരു ദോഥാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പൻ ജ്യേഷ്ഠന്മാരുടെ വിശേഷം അറിയാൻ വേണ്ടി അവനെ വിട്ടു. പക്ഷെ അവിടെ വെച്ച് അവനെ കൊല്ലുവാൻ വേണ്ടി അവർ കടന്നു പിടിച്ചു. രൂബേൻ ഇടപെട്ട് ഒരു കുഴിയിലിട്ടു, കൊല്ലണ്ടെന്ന് പറഞ്ഞു. രൂബേൻ മാറിയപ്പോൾ മിദ്യാനർക്ക് വിറ്റു 20 വെള്ളിക്കാശിന്. പൊത്തീഫറിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ പെട്ടെന്ന് തന്നെ അവൻ ടോപ്പ് ലെവലിലെത്തി, മാനേജറിയൽ പൊസിഷനിലെത്തിയപ്പോഴാണ് പൊത്തീഫറിൻ്റെ ഭാര്യ തന്നെ നോട്ടമിടുന്നു, പാപം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നു. താൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ അതിൽ
പൊത്തിഫറിൻ്റെ ഭാര്യ തന്നെ കുറ്റം ആരോപിച്ച് ജയിലിലാക്കുന്നു. ജയിലിൽ അവൻ അവിടെ ഉയർച്ച വച്ച് ടോപ്പ് ലെവലെത്തുന്നു. ഫറവോൻ്റെ 2 ഹൈ ഒഫീഷ്യൽ, പാനപാത്രവാഹകനും അപ്പക്കാര പ്രമാണിയും അതിൻ്റെ അകത്ത് വരുന്നു. അവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അത് രണ്ടും നിറവേറുന്നു. പാനപാത്രവാഹകൻ തിരിച്ച് ജോലിയിൽ തിരിച്ചെടുക്കപ്പെടുന്നു. പക്ഷേ യോസഫിൻ്റെ കാര്യം മറന്നു പോകുന്നു. അങ്ങനെ വീണ്ടും 2 വർഷം അവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഫറവോൻ സ്വപ്നം കാണുന്നത്. വ്യാഖ്യാനിക്കാൻ ആരുമില്ല. യോസഫ് ഒന്ന് അത് വ്യാഖ്യാനിക്കുന്നു. മാത്രമല്ല, ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. അടുത്ത 7 വർഷം സമൃദ്ധി, പിന്നീട് ഒരു വലിയ ക്ഷാമം വരുന്നു. അതിൻ്റെ ജ്ഞാനം കേട്ടപ്പോൾ അദ്ദേഹത്തെ തന്നെ പെട്ടെന്ന് കുണ്ടറയിൽ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തന്നെ ഗവർണറാക്കുന്നു. തൻ്റെ വിവാഹം ആസ്നത്ത് എന്ന ഒരു പെൺകുട്ടിയുമായി ഫറവോൻ തന്നെ നടത്തി കൊടുക്കുന്നു. 2 മക്കൾ ജനിക്കുന്നു. ആരൊക്കെയാണ്? മനശ്ശെ, എഫ്രൈം. മനശ്ശെ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം മറക്കുന്നു, എൻ്റെ കഷ്ടതകളെല്ലാം ഞാൻ മറക്കുന്നു. ആ കുഞ്ഞ് ജനിച്ചപ്പോഴെല്ലാം മറന്നു. അടുത്തത് തൻ്റെ മനശ്ശെ ജനിക്കുന്നു, എഫ്രൈം ജനിക്കുന്നു, ഫ്രൂട്ട്ഫുൾനെസ്. അന്ന് ഞാൻ പറഞ്ഞ ഒരു സന്ദേശമാണ്, കഴിഞ്ഞ കാലങ്ങളിലെ ആ ഹേർട്ട്സും വൂൺസിൽ നിന്നും ഹീലിംഗ് കിട്ടാതെ ഒരു ഫലപ്രദമായ ഒരു ഫ്രൂട്ട്ഫുൾനെസ് നമ്മുടെ ലൈഫിൽ വരില്ല. അങ്ങനെ താൻ അവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലിലാകുന്നു. ക്ഷാമമൂത്ത തൻ്റെ സഹോദരങ്ങൾ തൻ്റെ അടുക്കൽ വരുന്നു. തന്നെ തിരിച്ചറിഞ്ഞില്ല, താൻ തിരിച്ചറിയുന്നു. 2ാമത്തെ ട്രിപ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നു. അതോടുകൂടെ അപ്പനെയും എല്ലാവരെയും കൊണ്ടുവന്ന് ഗോശൻ ദേശത്ത് താമസിപ്പിക്കുന്നു. അപ്പന് പ്രായമാകുമ്പോൾ അവിടെ തൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. 50ാമത്തെ അധ്യായം, ലാസ്റ്റ് അധ്യായത്തിലേക്ക് വരികയാണ്. അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. 49ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വചനത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രവചിച്ച ശേഷം തൻ്റെ കാൽ കട്ടിലേക്ക് എടുത്തു വെച്ച് താനങ്ങ് പ്രാണനെ വിട്ട് ദൈവത്തോട് ചേർന്നു. ഓക്കെ, ആ സമയത്ത് യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗമിടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈജിപ്തിൽ എംബാം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എംബാം ചെയ്ത് ചില ശരീരങ്ങൾ കേടുകൂടാതെ ഇന്നും ഇരിപ്പുണ്ടെന്ന് പറയുന്നു. മമ്മിയായിട്ടൊക്കെ പിരമിഡിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഫറവോന്മാരെ എംബാം ചെയ്യുവാൻ, അതുപോലെ യാക്കോബിനെ സുഗന്ധദ്രവ്യമിട്ട് എംബാം ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരം ചീയാതെ ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം ഇരുന്നോളും. അതവിടെ നടക്കുകയാണ്. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗമിടുവാൻ അത്ര ദിവസം വേണ്ടി വരും. എന്ന് വെച്ചാൽ 40 ദിവസമാണ് സുഗന്ധദ്രവ്യം ഇടുന്നത്. അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സാണത്. അപ്പം ഡീകെ ഉണ്ടാവില്ല. അത്രയും ദിവസം എന്ത് ചെയ്തു? മിസ്രൈമർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. 40 ദിവസം വേണ്ടി വരും ഇതിന്, 7 ദിവസം വിലാപം. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോൻ്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ എന്നെ അടക്കണമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി അപ്പനെ മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു. ഫറവോനോട് ചോദിക്കുകയാണ്. കാരണം ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു ദിവസം യോസഫിനെ കൊണ്ട് തുടയുടെ കീഴിൽ കൈവച്ചിട്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നെ ഇവിടെ അടക്കുകയില്ല, നീ അടക്കരുത്. കനാൻ ദേശത്ത് മക്പേല എന്ന് പറയുന്ന സെമിത്തേരിയിൽ പ്രത്യേകിച്ച് വില പറഞ്ഞ് മേടിച്ച അബ്രഹാമിനെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കയും ലേയെയും അവിടെ അടക്കിയിരിക്കുന്നത്, അവിടെ കൊണ്ടുപോയി എന്നെ അടക്കണം. അന്ത്യാഭിലാഷമാണ്. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. അപ്പൻ്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബം ഒക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടിട്ട് പോയി. എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളും അതുപോലെ അവരുടെ ലൈഫ് സ്റ്റോക്ക് മാത്രമല്ലാതെ മുതിർന്നവരെല്ലാവരോടും, എന്ന് വെച്ചാൽ അത് തന്നെ ഹ്യൂജൊരു ജനാവലിയാണ്. അങ്ങനെ അവർ അടക്കാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിച്ച അവരുടെ പിതാവിനെ അടക്കുവാൻ വേണ്ടി പോകുന്ന ആ ശവസംസ്കാര വിലാപയാത്ര ഭയങ്കരമാണ്.
രഥങ്ങളും കുതിരായാളുകളും അവനോടുകൂടെ പോയി. എന്ന് മാത്രമല്ല, ഒരു ചെറിയൊരു സന്നാഹമായിട്ട്, ചെറിയൊരിതായിട്ടല്ല പോകുന്നത്. മിസ്രൈമിലെ രഥങ്ങൾ, കുതിരയാളുകൾ, അത് എത്രയും വലിയൊരു കൂട്ടമായിരുന്നു. അവർ യോർദാൻ അക്കരെയുള്ള ഗോരൻ ആതാദിലെത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ വിലാപം കഴിച്ചു. അങ്ങനെ അവൻ 7 ദിവസം അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. പോകുന്ന വഴിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു 7 day ലമെൻറ്റേഷൻ. ദേശനിവാസികളായ കനാന്യർ ഗോരൻ അതാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രയീമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന് പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. യാക്കോബ് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. ആ മക്പേലയിൽ തന്നെ അടക്കം ചെയ്തു. ഇനി 14-ാമത്തെ വചനത്തിലേക്ക് വരാം. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരനും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പൻ മരിച്ചുപോയി എന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട്, പക്ഷേ യോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ രീതിയിൽ ഒരു വീട്ടിൽ അപ്പൻ മരിച്ചു കഴിയുമ്പോൾ, ചില അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ പിന്നെ മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പം അവരെല്ലാം കവർ ചെയ്തിരുന്നൊരു വ്യക്തിത്വം അങ്ങ് മാറി. അങ്ങനെ മാറിക്കഴിയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് മക്കൾ തമ്മിൽ പിന്നെ പ്രശ്നങ്ങളും കലഹങ്ങളും സ്വത്തിന് വേണ്ടിയുള്ള അടിയും, വിൽപ്പത്രം എടുക്കുക, വിൽപ്പത്രം നശിപ്പിക്കുക, അതുപോലെ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വിരലടയാളം കൊണ്ട് വിൽപത്രം മാറ്റി എഴുതിപ്പിക്കുക, രേഖകളിൽ തിരുത്തൽ, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും ചെയ്യും. പക്ഷെ അപ്പം മരിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടി ചേർത്ത് നിർത്താൻ ഒരാളില്ലാത്തതുപോലെ തോന്നും. ചില വീടുകളിൽ മൂത്ത സഹോദരൻ ആ ഒരു സ്ഥാനം കെട്ടിയിട്ട് അങ്ങ് കവർ ചെയ്തു പോകും. പക്ഷെ മിക്ക വീടുകളിലും അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചു കഴിയുമ്പോൾ പിന്നെ മക്കൾ തമ്മിൽ എന്തൊക്കെയോ ഒരു അൺറസ്റ്റും പ്രശ്നങ്ങളും വരും. ഇവിടെ സംഭവിക്കുന്നത്, യോസഫിൻ്റെ ബ്രദേഴ്സിന് മനസ്സിലായി ഇപ്പം അപ്പനില്ല, നമ്മളൊത്തിരി ഇവനോട് ക്രൂരത കാണിച്ചതാണ്, ചിലപ്പോൾ പകരം വീട്ടിയാലോ, ഇങ്ങനൊരു ചിന്ത അവർക്ക് വരികയാണ്. 16 അവൻ യോസഫിൻ്റെ അടുക്കൽ ആളയച്ച്, അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു, അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണമെന്ന് യോസഫിനോട് പറവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു. അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു. ദിസ് ഈസ് വെരി ഹാർട്ട് ടച്ചിങ്. അവർ വന്ന് പറയുകയാണ്, അപ്പം പോയി, ഇനി പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞങ്ങളെ ശിക്ഷിക്കരുത്, നീ അധികാരിയാണ്, നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഇത് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൻ്റെ അടിമകളായി ജീവിച്ചോളാം, ദാസന്മാരായി ജീവിച്ചോളാം, ഞങ്ങൾ നിന്നെ ഒരു ദോഷവും ചെയ്യില്ലേ എന്ന് താഴ്ന്നിങ്ങനെ കുമ്പിട്ട് പറയുകയാണ്. ആ സമയത്ത് യോസഫ് അത് കേട്ട് കരഞ്ഞു. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി ഫോർഗിവൺ ദം. ഹലോ, അവരോട് ക്ഷമിച്ചു. നിങ്ങൾക്കിനി ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഉപദ്രവിച്ചവരോട്, ക്രൂരത കാണിച്ചവരോട്, ജീവിതം നശിപ്പിച്ചവരോട്, അബ്യൂസ് ചെയ്തവരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇപ്പം അങ്ങ് ക്ഷമിച്ചേക്കണം. കാരണം അതിലാണ് ജീവിതത്തിലെ വാതിലുകൾ തുറന്ന് ഉയർച്ചയിലെത്തുന്നത്. ഓക്കെ, ഇനി 18 അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. ഇവരെന്നങ്ങ് വീഴുകയാണ്, വീണ് കിടക്കുകയാണ്, സാഷ്ടാംഗം വീണ് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ നിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പ്രാവശ്യം, നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പം എത്ര പ്രാവശ്യം യോസഫിൻ്റെ മുമ്പിൽ വന്നവരിങ്ങനെ വീണ് കിടന്നു. ഇതല്ലേ താൻ കണ്ട സ്വപ്നം? ആ സ്വപ്നം നിറവേറിയില്ലേ? എങ്കിൽ ഗ്യാരണ്ടി, നിങ്ങൾക്ക് ദൈവം തന്ന സ്വപ്നമാണെങ്കിൽ അത് നിറവേറും.
യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. 20-ാമത്തെ വചനമാണ് യോസഫിൻ്റെ ലൈഫിൻ്റെ ഒരു അത് കാച്ചിക്കുറുക്കിയെടുക്കുന്ന ഒരു എസൻസ്, സത്തെന്ന് പറയുന്നതാണ്. ജോസഫിൻ്റെ ലൈഫിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത് ഇതാണ്. യു ഇൻറ്റൻഡഡ് ടു ഹാം മീ. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ദോഷം ചെയ്യാനാണ് ശ്രമിച്ചത്. ബട്ട് ഗോഡ് ഇൻറ്റൻഡഡ് ഇറ്റ് ഫോർ ഗുഡ്. എന്നാൽ ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർത്തു. ടു അക്കംപ്ലിഷ് വാട്ട് ഈസ് നൗ ബീങ് ഡൺ, ദ സേവിങ് ഓഫ് മെനി ലൈഫ്സ്. അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി അത് നന്മയ്ക്കാക്കി മാറ്റി. 20-ാമത്തെ വചനം അണ്ടർലൈൻ ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം, മറക്കരുത്. എന്തെല്ലാം ദോഷം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം അതിനെ എന്താക്കി മാറ്റും? ഗുണമാക്കി മാറ്റും, നന്മയ്ക്കാക്കി മാറ്റും. അതൊരു മിനിസ്ട്രിയാക്കി മാറ്റും, അതൊരു സർവീസാക്കി മാറ്റും. അതിലൂടെ അനേകരുടെ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയാക്കി തീർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമ്പത്തികത്തിൽ, ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിലൊക്കെ അനുഭവിക്കുന്ന മഹാകഷ്ടതകളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കർത്താവ് തിരിച്ച് റിവേഴ്സ് ചെയ്ത്, അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു മിനിസ്ട്രിയാക്കി, ഒരു മെസ്സേജാക്കി, ഒരു ടെസ്റ്റിമണിയാക്കി, അനേകർക്കുള്ളൊരു ശുശ്രൂഷയാക്കി, അനേകരുടെ വിടുതലിന് വേണ്ടി കർത്താവ് മാറ്റും. അത് കർത്താവിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെസൺ പ്ലാനാണത്. അത് മറക്കരുത്. ഇനി അടുത്തത്, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി, അവർക്ക് ഉറപ്പ് കൊടുത്തു. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാൻ പോകുന്നില്ല. കാര്യം ശരിയാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ദൈവം അത് ഈ കാണുന്നത് പോലെ ലോകരാഷ്ട്രങ്ങളുടെ വിടുതലിനാക്കി മാറ്റി. യോസഫും അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രൈമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. ചിലരോടൊക്കെ വീണ്ടും പരിശുദ്ധാത്മാവ് തലമുറകളെ കണ്ടിട്ട് നിങ്ങൾ മാറ്റപ്പെടും. മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മക്കളും യോസഫിൻ്റെ മടിയിൽ വളർന്നു. അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത് ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ടു. അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. യോസഫ് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്നും ദൈവം നിങ്ങളെ തിരിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് എൻ്റെ അസ്ഥികളെ നിങ്ങൾ കൊണ്ടുപോകണം, ഇവിടെ ഇട്ടേക്കരുത്. ഓക്കെ, ഈ എബ്രായ ലേഖനം 11:22 വായിച്ചാൽ, ബൈ ഫെയ്ത്ത് മോസസ് when his end was near spoke about the exodus of the Israelites from Egypt and gave instructions concerning the burial of his bones. ഇവിടെ എംബാം ചെയ്തൊരു ശവപ്പെട്ടിയിൽ വെച്ചേക്കുക, ഒരു പെട്ടിക്കകത്ത്. കാരണം ആ പെട്ടി കാണുമ്പോൾ, ശവപ്പെട്ടി കാണുമ്പോൾ ഇവർക്കൊരു ഓർമ്മ വരും. അതിനെ അവിടെ അടക്കുന്നില്ല, ശവപ്പെട്ടിയുടെ അകത്ത് എംബാം ചെയ്ത് വെച്ചേക്കുക. എന്ന് ദൈവം മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന അന്ന് ഈ അസ്ഥികളും കൊണ്ടുപോകും. പക്ഷെ അതിനുവേണ്ടി യോസഫ് നേരത്തെ തന്നെ അവർക്ക് വിശ്വാസത്താൽ അവരുടെ എക്സഡസ്, അവരുടെ പുറപ്പാട് കണ്ട് കൽപ്പന കൊടുത്തു. അത് വിശ്വാസമായിരുന്നു. ഇനി ഈ 25-ാമത്തെ വചനത്തിൽ നമ്മളത് കണ്ടു. 430 വർഷത്തിന് ശേഷം, പുറപ്പാട് പുസ്തകം 13:19, Exodus 13:19, Moses took the bonds of Joseph with him because Joseph had made the Israelites swear an oath. He had said, God will surely come to your aid, and then you must carry my bonds up with you from his place. കണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് അത് ഓർത്ത്
മോശെ 430 വർഷത്തിന് ശേഷം അതിനിടയിൽ ഒരു അടിമകളായി ഒന്നുമില്ലാത്തവരായി ജീവിച്ചിട്ടും ഈ യോസഫിൻ്റെ അസ്ഥികൾ അവർ സൂക്ഷിച്ചു വെച്ചു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. യോശുവയുടെ പുസ്തകം 24:32 വായിച്ചു നോക്കണം. ജോസഫ്സ് ബോൺസ് which the Israelites had brought up from Egypt were buried at Shechem in the tract of land that Jacob brought for 100 pieces of silver from the sons of Hamor, the father of Shechem. This became the inheritance of Joseph's descendants. അപ്പോൾ എത്ര തലമുറകളിലേക്ക് അത് പോയി. ദൈവം തലമുറകളുടെ ദൈവമാണ്. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അതിങ്ങനെ കൊണ്ടുപോയി നിവർത്തിക്കും. അപ്പോൾ 110 വയസ്സുള്ളവനായിട്ട് യോസഫ് മരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ, തടസ്സങ്ങളെ തകർക്കുക എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അധ്യായം, 8ാമത്തെ അധ്യായം, ഡ്രീംസ് ആൻഡ് ദെയർ ഫുൾഫിൽമെൻറ്റ് എന്നൊരു അധ്യായമുണ്ട്. ഈ അധ്യായത്തിൽ എന്താണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡേ ഡ്രീംസ് ഉണ്ട്, പകൽക്കിനാവുകൾ. അതിങ്ങനെ വെറുതെ ചുമ്മാ ഫാൻറ്റസി ആയിട്ട് വേൾഡിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഗുണവും ആർക്കും കിട്ടാൻ പോകുന്നില്ല. റിയലിസ്റ്റിക്കായി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഡ്രീംസ് ആൻഡ് സ്ലീപ്പ്, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളുണ്ട്. അതിൽ തന്നെ പലതരമുണ്ട്. ഇൻസൈഡ് ദ ബോക്സ് ഡ്രീംസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, സംഭാഷണമൊക്കെ ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റിൽ ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ അത് പൊങ്ങി വരും. അതാണ് ഇൻസൈഡ് ദ ബോക്സ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഔട്ട്സൈഡ് ദ ബോക്സ് ഡ്രീംസ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സംജാതമാകുന്നു, പൊങ്ങി വരുന്ന ഡ്രീംസ് അല്ല, പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട്. അതിൽ തന്നെ ഡ്രീംസ് ഫ്രം ദ ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ട്. പൈശാചിക ശക്തികൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണിക്കും. അത് പിശാചാണ് അതിൻ്റെ പുറകിലുള്ളത്. ഡ്രീംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വപ്നങ്ങളുണ്ട്. അതാണ് ദിവ്യ സ്വപ്നങ്ങൾ. അതാണ് ജോസഫ് കണ്ടത്. നിങ്ങൾക്കും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടാകട്ടെ. അത് ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ആകണം എന്നൊന്നുമില്ല. ഇത് കൂടാതെയുള്ളൊരു സാധനമാണ് ലൈഫ്സ് ഡ്രീം. ഉറങ്ങിക്കിടക്കുമ്പോൾ ആകണമെന്നില്ല, ഉണർന്നിരിക്കുമ്പോഴാകണമെന്നില്ല. എപ്പോഴായാലും അകത്ത് ദൈവം പതിപ്പിക്കുന്ന തീവ്രമായൊരു വിഷൻ, അതാണ് ലൈഫ്സ് ഡ്രീം, ജീവിത സ്വപ്നം എന്ന് പറയുന്നത്. ആ അധ്യായത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ, ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡ്രീംസ്. ഒരു സ്വപ്നത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആദ്യം വരുന്ന ഘട്ടം, സ്റ്റേജ് 1, ദ ബർത്ത് ഓഫ് എ ഡ്രീം. ഒരു സ്വപ്നത്തിനൊരു ജനനമുണ്ട്. എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുന്ന സമയം. യോസഫിൻ്റെ ജീവിതത്തിൽ 17 വയസ്സുള്ളപ്പോൾ ഒരു രാത്രിയിൽ അവനൊരു സ്വപ്നം കണ്ടു. അതിനുറപ്പിക്കാൻ വീണ്ടും വേറൊരു രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അതാണ് ബർത്ത്. രണ്ടാമത്തേത് ദ ഗ്രോത്ത് ഓഫ് ദ ഡ്രീം. ഈ സ്വപ്നം അകത്ത് വളരാൻ തുടങ്ങും. ആ സ്വപ്നവുമായിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് മുന്നിലോട്ട് പോകുന്ന സമയത്ത് അത് പതുക്കെ നമ്മുടെ അകത്ത് വളരും. ഇനി ദ ഡെത്ത് ഓഫ് ദ ഡ്രീം ഉണ്ട്. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രീം ജീവിതത്തിൽ അതിഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഡ്രീം പെട്ടെന്നങ്ങ് മരിക്കും. ഇതൊന്നും നിറവേറാൻ പോകുന്നില്ല, ഇതൊക്കെ തോന്നലുകളാണെന്ന് തോന്നും. അതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, പൊട്ടക്കുഴിയിലിടുന്നു, തന്നെ വിറ്റുകളയുന്നു. അതോടുകൂടി ആ ഡ്രീം ഏകദേശം അങ്ങ് മരിച്ചു. പൊത്തീഫറിൻ്റെ വീട്ടിലൊക്കെ എത്തിയതോടുകൂടി ഏകദേശം മരിച്ച മട്ടായി. എന്നാൽ 4ാമത്തേതിൽ ദ ബറിയൽ ഓഫ് ദ ഡ്രീം ഉണ്ട്. എന്ന് വെച്ചാൽ അവനെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോയിടുകയാണ്. ഇനിയിപ്പോൾ ഒരു തടവുള്ളിയായി, ജയിൽ പുള്ളിയായി, ഇനി എപ്പോൾ നിറവേറാൻ, അതങ്ങ് മരിച്ചു. എന്നാൽ ദ റെസറക്ഷൻ ഓഫ് ദ ഡ്രീം ഉണ്ട്. മരിച്ചുപോയ, അടക്കം ചെയ്യപ്പെട്ട സ്വപ്നങ്ങളെ ഉയർപ്പിക്കുന്നൊരു ദൈവമുണ്ട്. വാവ്! നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചു. അവളുടെ എല്ലാ സ്വപ്നവും നശിച്ചു. എന്നാൽ യേശു വന്ന് അവനെ ഉയർപ്പിച്ചു. അഥവാ അവളുടെ സ്വപ്നങ്ങളെല്ലാം കൂടെ, അവൾക്ക് അവൻ മാത്രമേ ഉള്ളൂ, തിരിച്ചു കിട്ടി. ഇതുപോലെ കർത്താവ് ഇന്ന് ഒരുപക്ഷെ മരിച്ചു കിടക്കുന്ന, മൃതമായി കിടക്കുന്ന, അടക്കി കഴിഞ്ഞു, ഇനി ഒരിക്കലും നിറവേറാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില സ്വപ്നങ്ങളെ കർത്താവ് ഇന്ന് റെസറക്റ്റ് ചെയ്യുകയാണ്. അത് ഉയർത്തു വരികയാണ്.
അത് നടക്കും, അത് നിറവേറും. ഓൾറൈറ്റ്, നമ്മൾ ഇത്രയും ആഴ്ചകളായിട്ട് ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി എന്ന ഈ സീരീസ് ചെയ്തു. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കേട്ടാൽ കൊള്ളുന്ന, എങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. യൂട്യൂബിൽ കാണുന്നവർ ദയവായി കമൻറ്റ് സെക്ഷൻ, ലൈവ് ചാറ്റിലിടല്ലേ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വാട്സാപ്പ് നമ്പറിലേക്ക്, ഇമെയിലേക്ക്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറയുക എങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങളുടെ സാക്ഷ്യം എന്താണ്, അനുഭവം എന്താണ്. ഒരു ലൈക്ക് കൊടുക്കുക, ഒത്തിരി പേർക്ക് ഇതിൻ്റെ വീഡിയോകൾ അയച്ചു കൊടുക്കുക, അവരനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മാരോഗം സൗഖ്യമാകട്ടെ, അസിഡിറ്റി സൗഖ്യമാകട്ടെ. ഈ വയറിങ്ങനെ ബ്ലോട്ട് ചെയ്ത് വരുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. തലചുറ്റൽ മാറിപ്പോട്ടെ, ഗിഡിനസ് സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. 2 കൈകളും ഒന്ന് നീട്ടിപ്പിടിക്കാമോ? ചിലരെ കർത്താവ് പുകവലിയിൽ നിന്നും അതുപോലെ മദ്യപാനത്തിൽ നിന്നും ഡ്രഗ് അബ്യൂസിൽ നിന്നൊക്കെ കർത്താവ് വിടുവിക്കുന്നുണ്ട്. തെറ്റായ വഴിപിഴച്ച ബന്ധങ്ങളിൽ നിന്നും ചിലരെ കർത്താവ് വിടുവിക്കുന്നു. കൈ നീട്ടിപ്പിടിക്കാം. കർത്താവെ, ഇവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും വലിയ വിടുതലുകൾ അയച്ച് അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടർച്ചയായി കാണുന്നതിന് നന്ദി. ചിലർക്ക് അടുത്തിടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം പോലും മുടക്കരുത്. വീണ്ടും നമുക്ക് തിങ്കളാഴ്ച കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.